ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നൊരു ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി. കുറച്ച് ഷോപ്പിങ്സ് പെൻഡിങ് ഉണ്ടായിരുന്നു ഈദിൻ്റെയും പിന്നെ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെയും ഭാഗമായിട്ട്. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ പോയത് ബ്രോഡ്വേയിലുള്ള ഈ ഒരു മാസ് ബാഗ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ്. ഞങ്ങൾ ഇവിടെ നിന്നാണ് ബാഗൊക്കെ പർച്ചേസ് ചെയ്യാറ്. നല്ല അഫോർഡബിൾ റേറ്റുമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബാഗ് കിട്ടി. നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് ഈവനിങ് ആയപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്സ് വാങ്ങാൻ വേണ്ടി കയറി ബൂസ്റ്ററിലേക്ക്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണ്. അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് ജ്യൂസും സ്നാക്സൊക്കെ ആയിട്ട് നേരെ പാർസലെടുത്ത് നേരെ സെൻട്രൽ സ്ക്വയറിലേക്ക് പോയി. അതിൻ്റെ തൊട്ടടുത്തായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ പോയത് പ്ലേയിങ് സെക്ഷനിലേക്കാണ്. കുട്ടികളൊന്ന് കുറച്ച് നേരം പ്ലേയിങ് ഏരിയയിലേക്കൊന്ന് കളിപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ കുറേ ഷോപ്പിംഗ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നേരെ ബിഗ് ബസാറിൽ പോയി കുറേ ഷോപ്പ് ചെയ്തു. അങ്ങനെ അപ്പോഴത്തേക്കും ഞങ്ങൾ ടയേർഡായി, വിശന്നു എല്ലാവർക്കും. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒരാൾക്ക് ബീറ്റ് ബോക്സിലെ ഫുഡും കഴിക്കണം, വേറെ 2 പേർക്ക് ഇഡ്ഡലി കഫേ. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ പോയത് ബീറ്റ് ബോക്സിലേക്കാണ്. അവിടെ നിന്ന് ഈ ഒരു അൽഫാം ട്രൈ ചെയ്തു. എപ്പോഴും ഞങ്ങൾ വാങ്ങാറ് അവിടുത്തെ മസാല ഷവായി ആയിരുന്നു. ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി അൽഫാം വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ജ്യൂസി അൽഫാമായിരുന്നു. പിന്നെ വിത്ത് ആ സിലോൺ പൊറോട്ട എസ്പെഷ്യലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇഡ്ഡലി കഫേയിലേക്ക് പോയി. ഈ 2 സെറ്റാണ് ഓർഡർ ചെയ്തത്. അഫോർഡബിൾ റേറ്റും ആയിരുന്നു. ഒരുപാട് റേഞ്ച് ഒന്നുമില്ല, പക്ഷേ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. നല്ല ക്വാളിറ്റി. ആ 2 ചട്നിയാലും ഭയങ്കര ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഫൈനലി ഞങ്ങൾ ഈ ഒരു ഡിസേർട്ട് വെച്ച് നിർത്തി. ഇത് 200 റുപ്പീസാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. പക്ഷേ അതിനുള്ള ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരേപോലെ. പിന്നെ ഫൈനലി ഒരു 10-10 ആയപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി.